ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച മാത്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. പിന്നെയുള്ളത് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേയൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ഈസ് 0.18 ദാൻ 0.004? ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 50 ആൻഡ് ഓപ്ഷൻ ഡി 45. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 0.18 0.004 എത്ര മടങ്ങ് വലുതാണ്? അപ്പോൾ 0.18 എന്ന് പറയുന്ന നമ്പർ 0.004 എത്ര മടങ്ങ് വലുതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്? നമുക്കറിയാം, ഒരു നമ്പറിൻ്റെ എത്ര മടങ്ങ് എന്നാണ് കണ്ടുപിടിക്കാൻ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, റൈറ്റ്? അപ്പോൾ എങ്ങനെ ചെയ്യാം? 0.18 divided by 0.004, റൈറ്റ്? ഇതിനെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ നോക്കാം? നമുക്ക് ആ സിംപ്ലിഫൈ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ഇതിനെ പോയിൻ്റ് മാറ്റാൻ നോക്കാം, റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉള്ള ഏതാണ്? പോയിൻ്റ് കഴിഞ്ഞ് നമ്മുടെ ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും? മുകളിലാണെങ്കിൽ 180 വരും, 180 താഴെയാണെങ്കിൽ 4 എന്ന് വരും, റൈറ്റ്? ഇനി ഇതിനെ നമ്മൾ സാർ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുക. 4ൽ 4 ഒരു പ്രാവശ്യം, 18ൽ 4 പ്രാവശ്യം, അപ്പോൾ 16ആയി. റിമൈനിങ് 2, 20, 20ൽ 4 5 പ്രാവശ്യം. എന്താണ് ആൻസർ? 45. അതായത് 0.004ൻ്റെ 45 ടൈംസ് ആണ് 0.18. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ്ഡ് അറ്റ് ₹15 which includes the cost of both the bottle and the water. If the water cost ₹12 more than that of the bottle, what is the cost of the bottle? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ്ഡ് അറ്റ് ₹15 which includes the cost of both the bottle and the water. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിലിൽ ഒരു പ്രൈസ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 15 ആണ്, 15 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ബോത്ത് ബോട്ടിൽ ആൻഡ് ദ വാട്ടർ. ഈ 15 രൂപ എന്ന് പറയുന്നത് ആ ബോട്ടിലിൻ്റെയും വാട്ടറിൻ്റെയും പ്രൈസുകളുടെ ടോട്ടലാണ്. ഇഫ് ദ വാട്ടർ കോസ്റ്റ് ₹12 മോർ ദാൻ ദാറ്റ് ഓഫ് ദ ബോട്ടിൽ, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ? അടുത്ത് പറയുന്ന പോയിൻ്റ് ഇതാണ്. അതിൽ ആ വാട്ടർ ബോട്ടിലുള്ള വാട്ടറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, വാട്ടറിൻ്റെ വിലയെന്ന് പറയുന്നത് ആ ബോട്ടിലിൻ്റെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ ബോട്ടിലിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻ എ ₹1.5, ഓപ്ഷൻ ബി ₹2, ഓപ്ഷൻ സി ₹2.5, ഓപ്ഷൻ ഡി ₹3. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു വാട്ടർ ബോട്ടിലുണ്ട്, അതിലടിച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ഈ 15 രൂപയെന്ന് പറയുന്നത് ആ ബോട്ടിലിൻ്റെയും വാട്ടറിൻ്റെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വാട്ടറിൻ്റെയും കോസ്റ്റിൻ്റെ ടോട്ടലാണ്. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള വെള്ളത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ബോട്ടിലിൻ്റെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ ബോട്ടിലിൻ്റെ വില കണ്ടുപിടിക്കുക, റൈറ്റ്? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ വാട്ടറും ബോട്ടിലാണുള്ളത്. അപ്പോൾ വാട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് W എന്ന് കൊടുക്കാം, ബോട്ടിലിൻ്റെത് ബി. അപ്പോൾ വേറെ കൺഫ്യൂസിങ് എന്ന് പറയില്ല, XY കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ തന്നെ കൊടുക്കാം. വാട്ടർ W, ബോട്ടിൽ ബി. അപ്പോൾ വാട്ടറിൻ്റെ കോസ്റ്റ് W പ്ലസ് ബോട്ടിലിൻ്റെ കോസ്റ്റ് ബി എന്ന് കൊടുത്തു. രണ്ടും കൂടെ ടോട്ടൽ എത്രയാണ്? 15, റൈറ്റ്? ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ടറിൻ്റെയും ബോട്ടിലിൻ്റെയും കോസ്റ്റുകളുടെ തുക എന്ന് പറയുന്നത് 15 രൂപ. അടുത്തെന്താണ് പറയുന്നത്? വാട്ടറിൻ്റെ കോസ്റ്റ് ബോട്ടിലിൻ്റെ കോസ്റ്റിനേക്കാൾ 12 രൂപ കൂടുതലാണ്. അതായത് ബോട്ടിലിൻ്റെ കോസ്റ്റ്
പ്ലസ് വാട്ടറിൻ്റെ കോസ്റ്റ് എന്താണ്? ബോട്ടിലിൻ്റെ കോസ്റ്റിനേക്കാൾ 12 രൂപ കൂടുതൽ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, വാട്ടറിൻ്റെ കോസ്റ്റ് എന്നത് ബി പ്ലസ് 12 എന്ന് എഴുതാമല്ലോ, റൈറ്റ്? ഇത് ബോട്ടിലിൻ്റെ കോസ്റ്റ്, ഇത് വാട്ടറിൻ്റെ കോസ്റ്റ്, അതായത് ബോട്ടിലിൻ്റെ കോസ്റ്റ് പ്ലസ് 12. ഇതെന്തിന് ഈക്വലാണ്? 15 ഈക്വലാണ്, റൈറ്റ്? ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ആൻസറിലെത്തും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ബി പ്ലസ് ബി എത്രയാണ്? 2b. ആ 15 അതുപോലെ എഴുതി, ഈ പ്ലസ് 12 റൈറ്റ് സൈഡ് പോകുമ്പോൾ മൈനസ് 12 ആവും, റൈറ്റ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബി ഈക്വൽ ടു 15 മൈനസ് 12 എത്രയാണ്? 3 ഡിവൈഡ് ബൈ 2, അതായത് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാം 2. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ എത്ര വരും? 1.5, റൈറ്റ്? അതായത് ബോട്ടിൻ്റെ പ്രൈസ് 1.5 ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ? ബോട്ടിൻ്റെ പ്രൈസ് 1 രൂപ 50 പൈസയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. The students of a class are made to stand equally in rows. If 3 students are extra in each row, there would be a row less. If 3 students are less in a row, there would be 2 more rows. Then the number of students in the class would be option A 24, option B 36, option C 48 and option D 72. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ സ്റ്റുഡൻറ്റ് ഓഫ് എ ക്ലാസ് ആർ മെയ്ഡ് ടു സ്റ്റാൻഡ് ഈക്വലി ഇൻ റോസ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് അവർ ഈക്വൽ നമ്പറായിട്ട് തന്നെ ഓരോ റോയിൽ നിൽക്കുന്നുണ്ട്, റൈറ്റ്? അതായത് ഒരു റോയിൽ 10 പേരെങ്കിൽ അടുത്ത റോയിൽ 10, അടുത്ത റോയിൽ 10, അങ്ങനെ ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിൽക്കുകയാണ്. ഇഫ് 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ ഈച്ച് റോ, there would be 1 row less. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈക്വലായിട്ട് ഓരോ റോയിലും സ്റ്റുഡൻസ് നിൽക്കുന്നു. ഇതിൽ 3 സ്റ്റുഡൻസിനെ എക്സ്ട്രായായി ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നേരത്തെ ഇപ്പോൾ ഒരു 10 ആണ്, അടുത്തൊരു 3 പേരെ എക്സ്ട്രാ ആയിട്ട് ആഡ് 13, അങ്ങനെ ആ സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്താൽ there would be 1 row less. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന റോസിൻ്റെ എണ്ണത്തിൽ ഒരെണ്ണം കുറയും, റൈറ്റ്? ഇഫ് 3 സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ എ റോ, ദെയർ വുഡ് ബി 2 മോർ റോസ്. അതേസമയം ആദ്യം ഉണ്ടായിരുന്ന ഓരോ റോസിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ നിന്നും 3 പേർ വീതം കുറയ്ക്കുകയാണെങ്കിൽ 2 റോ കൂടും. then the number of students in the class would be, എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ആദ്യം അവരെന്ത് ചെയ്തു? ഓരോ റോയിലും ഫിക്സഡ് ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു റോയിൽ എത്ര പേര് തന്നെയാണോ ഉള്ളത് അത്രയും ആൾ തന്നെ അടുത്ത റോയിലും കാണും, അടുത്ത റോയിലും സെയിം നമ്പേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ആ അറേഞ്ച്മെൻറ്റിൽ 3 പേരെ എക്സ്ട്രാ ആഡ് ചെയ്താൽ നമ്പർ ഓഫ് റോസ് 1 കുറയും. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ അറേഞ്ച്മെൻറ്റിൽ 3 പേരെ കുറച്ചാൽ റോകളുടെ എണ്ണത്തിൽ 2 കൂടും. എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ അത് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാം സ്റ്റുഡൻസിൻ്റെ എണ്ണത്തെ. ഇങ്ങനെ നോക്കാം, ഒരു റോയിൽ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് അതിനെ എസ് എന്നെടുക്കാം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എക്സ് വൈ അങ്ങനെ എടുക്കാൻ പകരം നമുക്ക് ഫസ്റ്റ് ലെറ്റർ തന്നെ എടുക്കാം. അപ്പോൾ ഒരു റോയിൽ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് അതിനെ എസ്. നമ്പർ ഓഫ് റോസ് അതിന് 6 എന്ന് കൊടുക്കാം. റോസിൻ്റെ 6. അപ്പോൾ ആ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു റോയിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം എസ്, റൈറ്റ്? ഇൻറ്റു എത്ര റോ, അത് 6, റൈറ്റ് ആയല്ലോ. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ആർ മെയ്ഡ് സ്റ്റാൻഡ് ഈക്വലി ഇൻ റോസ്. അങ്ങനെയാണെങ്കിൽ ഒരു റോയിലുള്ള അവരുടെ എണ്ണം എസ് എന്ന് ഇൻറ്റു എത്ര റോ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും, റൈറ്റ്? ഇത് അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്?
If 3 students are extra in each row, there would be 1 row less. ഈ എത്ര സ്റ്റുഡൻസ് ആണോ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഓരോ റോയിലും 3 പേർ വീതം എക്സ്ട്രാ ആഡ് ചെയ്താൽ ഒരു റോ കുറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്റ്റുഡൻസിൻ്റെ എണ്ണം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെങ്കിൽ എഴുതാം? ഇത് ഈക്വലാണ്. എന്തിനാണ്? എന്താണ് അത് ചെയ്തത്? ഇഫ് 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ ഈച്ച് റോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റോയിലെ സ്റ്റുഡൻ്റ് എണ്ണം എസ് ആണ്, റൈറ്റ്? അതിൽ 3 സ്റ്റുഡൻസ് എക്സ്ട്രാ ആഡ് ചെയ്തു, S+3, റൈറ്റ്? അപ്പം ഒരു റോയിലെ സ്റ്റുഡൻ്റ് എണ്ണം ഇപ്പോൾ എത്രയായി? S+3 ആയി. റോകളുടെ എണ്ണം എന്ത് സംഭവിച്ചു? 1 റോ ലെസ്, ഒരു റോ കുറഞ്ഞു. അതായത് നേരത്തെ 6 റോ ഉണ്ടായിരുന്നു, അതിൽ 1 കുറഞ്ഞു, റൈറ്റ്? ഇത്രയേ ഉള്ളൂ. അപ്പം ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഒരു റോയിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇൻറ്റു നമ്പർ ഓഫ് റോസ് നേരത്തെ ഉണ്ടായിരുന്നത്. രണ്ടാമെന്ത് പറഞ്ഞു? സ്റ്റുഡൻസിൻ്റെ എണ്ണം, ഓരോ റോയിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണത്തെ 3 കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? റോയുടെ എണ്ണം 1 കുറഞ്ഞു. അപ്പോൾ ഇതിന് ഈക്വലാണ്, റൈറ്റ്? അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്ത് പറഞ്ഞിരിക്കുന്നത് if 3 students are less in a row, there would be 2 more rows. അപ്പം ഓരോ റോയിൽ നിന്നും 3 പേർ കുറച്ചാൽ, അതായത് ആദ്യം ഉണ്ടായിരുന്ന എസ് പേരാണ്, 3 പേർ വീതം കുറച്ചു. അപ്പോൾ റോയ്ക്ക് എന്ത് സംഭവിച്ചു? റോ 2 കൂടി. ഇതിന് ഈക്വലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ഒരു ലൈനിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഒരു റോയിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇൻറ്റു നമ്പർ ഓഫ് റോസ്, അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് കിട്ടും. അടുത്തെന്താണ് പറഞ്ഞത്? ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു റോയിലുള്ളത് 3 സ്റ്റുഡൻസ് അതിലോട്ട് ആഡ് ചെയ്താൽ റോയുടെ എണ്ണം 1 കുറയും. അപ്പം S+3 ഇൻറ്റു R-1, അത് അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഈക്വലാണ്. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? S-3, അതായത് ഓരോ റോയിൽ നിന്ന് 3 പേരെ വീതം കുറച്ചപ്പോൾ റോയുടെ എണ്ണം 2 കൂടി, റൈറ്റ്? ഇനി നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് ഇതിൽ നിന്ന് എസിൻ്റെ ആറിൻ്റെ വാല്യൂയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കപ്പോൾ ഓരോ ഇക്വേഷൻ ഇതെടുക്കാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്കെങ്ങനെ എടുക്കാം? ഇത് SR ആണല്ലേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എസ് ഇൻറ്റു ആർ, എസ് കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു ആർ പ്ലസ് ഇൻറ്റു ആർ 3R. അടുത്ത് മൈനസ് കൊണ്ട് രണ്ടിനും ചെയ്യാം, -S -3, റൈറ്റ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും SR ഇപ്പുറത്ത് വരുമ്പോഴത്തേ -SR ആവും. അപ്പോൾ അത് 2 ക്യാൻസൽ ആയപ്പോൾ അപ്പോൾ റിമൈനിങ് വരുന്നത് 3R - S - 3 = 0 നമുക്ക് കിട്ടി. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടി. അടുത്ത് നമുക്ക് SRും ഈ ടേമും സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പം SR = S - 3 ഇൻറ്റു R+2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? S ഇൻറ്റു R, SR, എസ് കൊണ്ട് അടുത്തന്നെ ചെയ്യുമ്പോൾ പ്ലസ് 2S, ഇനി മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ -3R, അടുത്ത് ചെയ്യുമ്പോൾ 3 × 2 -6, റൈറ്റ്? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ SR ഉണ്ട്. SRനെ ലെഫ്റ്റ് സൈഡ് ഉണ്ടുമ്പോൾ SR മൈനസ് ആവും, അപ്പോൾ 0 ആയി ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2S -3R -6 = 0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2 ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എഴുതാം. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്? 3R - S - 3 = 0. ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അത് നമുക്ക് എഴുതാൻ പോകുന്ന അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ആറിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആറിൽ തന്നെ എഴുതാം, റൈറ്റ്? അപ്പോൾ എഴുതുമ്പോൾ -3R പ്ലസ് 2S -6 = 0.
അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 - 3r ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് പ്ലസ് ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ്. അപ്പോൾ വ്യത്യാസം കാണുക വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ വ്യത്യാസം കാണുമ്പോൾ എത്രയാണ്? അത് 2 ക്യാൻസലായപ്പോൾ റൈറ്റ്, അതായത് 0 ആയി. ഈ -s-ഉം 2s-ഉം അവിടെയും വ്യത്യസ്ത ചിഹ്നമാണ്, വ്യത്യാസം കാണുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം. അതായത് 2s-ഉം s എന്നുള്ള വ്യത്യാസം s ആണ്, വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അടുത്തെന്ത് ചെയ്തു? -3 + -6. അപ്പോൾ ഒരേ ചിഹ്നമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അവയെ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം. അപ്പം 6 3 കൂട്ടുമ്പോൾ 9. അപ്പം -9. അപ്പോൾ s - 9 = 0. അപ്പോൾ s = 9 എന്ന് കിട്ടി. അതായത് ഒരു റോയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ 9 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഇക്വേഷൻ തന്നെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? 6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എത്ര റോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ 3r മൈനസ് എസിൻ്റെ സ്ഥാനത്ത് 9 ഇട്ടു -3. അപ്പം -9 - 3 എത്രയാണ്? -12. അത് റൈറ്റ് സൈഡ് പോകുമ്പോൾ +12 ആവും. അപ്പോൾ 3r = 12 എന്ന് കിട്ടി. അപ്പോൾ r = 12/3. അതായത് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി റൈറ്റ്. നമുക്കപ്പോൾ എസ് അറിയാം, r പറയാം. അതായത് ഒരു റോയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാം, കൂടാതെ എത്ര റോസ് ഉണ്ടെന്ന് അറിയാം. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ റോ ഇൻറ്റു നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് s × r = 9 × 4, അതായത് 36 എന്ന് കിട്ടി റൈറ്റ്. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്കറിയാം കുറച്ച് സമയം വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ട്. അവരെ ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു റൈറ്റ്. എന്നിട്ട് അവർ പറഞ്ഞൊരു കണ്ടീഷനാണ്, ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ റോയിൽ നിന്നും 3 പേരെ കൂടി എക്സ്ട്രാ ആഡ് ചെയ്താൽ റോയുടെ എണ്ണം 1 കുറയും. അതായത് നേരത്തെ ഒരു 10 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 9 ആവും റൈറ്റ്. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ ഓരോ റോയിൽ നിന്നും 3 സ്റ്റുഡൻസിനെ വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? 2 റോ അഡീഷണൽ അവിടെ ആകുന്നു റൈറ്റ്. അതായത് നേരത്തെ 10 ആണെങ്കിൽ ഇപ്പോൾ 12 റോ ആയ എങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് ആദ്യമായി അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെ എസ് എന്ന് എടുത്തു. ഓരോ റോയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എസ് എന്ന് എടുത്തു. കൂടാതെ ആദ്യം എത്ര റോ ഉണ്ടായിരുന്നു അതിനെ ആർ എന്ന് എടുത്തു. അപ്പം എസ് × ആർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും റൈറ്റ്. അത് അടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ റോയിലും എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരോടൊപ്പം 3 സ്റ്റുഡൻസ് കൂടുതലായി ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തായി? പുതിയത് s+3 ആയി. അതായത് ഒരു റോയിൽ എസ് പേരുണ്ടായിരുന്നു, അതിൽ 3 ആഡ് ചെയ്തു. അപ്പോൾ s+3 ഇൻറ്റു റോയുടെ എണ്ണത്തിൽ സംഭവിച്ചു, ഒരു റോ കുറഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? s+3 ഇൻറ്റു r - 1. അതായത് ഓരോ റോയിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു നമ്പർ ഓഫ് റോസ്. അടുത്ത കണ്ടീഷൻ എന്താണ്? ഓരോ റോയിലും എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നോ അവരിൽ നിന്ന് 3 പേർ വീതം കുറയ്ക്കുന്നു. അതായത് s-3 ആയി അവിടെ നമ്പർ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് റോസ് 2 കൂടി. അതായത് നേരത്തെ 6 ആയിരുന്നു, അത് r+2 ആയി മാറി. അപ്പോൾ ഇതെല്ലാം ഈക്വലാണ് റൈറ്റ്. അടുത്തത് എന്ത് ചെയ്തു? 2 വിധ ഇക്വേഷൻസ് എടുത്തു, അതിനെ സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടി. ചെയ്തപ്പോൾ നമുക്കതിന് എസിൻ്റെ വാല്യൂ കിട്ടി. ഈ എസിൻ്റെ വാല്യൂ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? സ്റ്റുഡൻസിൻ്റെ ഓരോ റോയിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണവും കിട്ടി, ഓരോ റോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റോസും കിട്ടി. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് 36 സ്റ്റുഡൻസാണ് ടോട്ടൽ ആ ക്ലാസ്സിലുള്ളത് റൈറ്റ്.